യേശുവിൽ സ്നേഹമുള്ളവരെ, ഈ ആരാധനാ നിമിഷങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. ദിവികാരുണ്യ ഈശോയോടൊപ്പമായിരിക്കുവാനുള്ള വലിയ കൃപയാണ്, കരുണയാണ് സ്വർഗം ദൈവം ഈ നിമിഷങ്ങളിൽ നമുക്കായി കനിഞ്ഞു നൽകുന്നത്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി നമുക്ക് ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പമായിരുന്ന് ജീവിക്കുന്ന, ഈ തിരുവോസ്തിയിൽ വസിക്കുന്ന ദിവ്യകാരുണ്യമായ ഈശോയെ വിശ്വാസ കണ്ണുകളാലെ കണ്ട് നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് അനുഗ്രഹീതരാകാം. ഇന്നത്തെ ആരാധനാ നിമിഷങ്ങളിൽ വളരെ പ്രത്യേകമായി നമുക്കെല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി തകർന്ന കുടുംബ ബന്ധങ്ങളിലായിരിക്കുന്ന, അസ്വസ്ഥമായ ഭാരത്തിൽ, ദുഃഖത്തിൽ, നിരാശാനുഭവങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സൗഖ്യദായകനായ, വിടുതൽ നൽകുന്ന, മുറിവുകൾ ഉണക്കുന്ന ഈശോയുടെ സൗഖ്യ സാന്ത്വനം എല്ലാ അസ്വസ്ഥമായ ഹൃദയങ്ങളിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും ഈശോയെ അയക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം ഈ ആരാധനാ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയും കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ അപ്രകാരമുള്ള എല്ലാ അനുഭവങ്ങളെയും പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വലിയ ഉറപ്പോടെ കർത്താവിൻ്റെ കരങ്ങളിൽ, കർത്തൃസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനാ നിമിഷങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് കടന്നു വരാം. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആമേൻ, ആമേൻ യേശുനാഥ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. നമ്മുടെ ജീവിതങ്ങളെയും പൂർണ്ണമായി ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിലേക്ക് ഈ ആരാധനാ നിമിഷങ്ങൾ നമുക്ക് സമർപ്പിക്കാം. സ്വർഗത്തിൻ്റെ നല്ല ദൈവം തിരുവോസ്തിരൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും എല്ലാം വിശ്വാസപൂർവ്വം ഉയർത്തി ഈ നിമിഷങ്ങളിൽ
ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയെ നമുക്ക് പൂർണ്ണമായി ആരാധിക്കാം. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്രാ, ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. കരങ്ങൾ വീശി ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്രാ, ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. വിശ്വാസപൂർവം ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയെ നോക്കിക്കണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ ആരാധിക്കാം. നമ്മെയും നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അകന്നുപോയ പ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാ കുടുംബ ബന്ധങ്ങളെയും ഭാര്യാർ ഭർത്താക്കന്മാർ തമ്മിലുള്ള എല്ലാ ജീവിത ബന്ധങ്ങളിലെ അസ്വസ്ഥതകളെ ഭാരങ്ങളെയും നമ്മെ അറിയുന്ന നമ്മെ കാണുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ദിവ്യകാരുണ്യത്തിൽ നമുക്കായി കടന്നു വന്നിരിക്കുന്ന ഈശോയെ പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് ഈ ആരാധനാ നിമിഷങ്ങളിൽ നമുക്ക് ആരാധിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രത്യേകം ആമിതം പ്രാർത്ഥനാപൂർവ്വം ഈ ആരാധനാ നിമിഷങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് നമുക്ക് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ഈശോയെ നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന ആരാധന. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ, ആരാധിക്കുന്നു. എല്ലാ കുടുംബങ്ങളോട് ചേർന്ന് എല്ലാ കുടുംബ ബന്ധങ്ങളോട് ചേർന്ന് ദൈവം ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ തിരുനാമ ശക്തിയും കൃപയും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കുടുംബ ബന്ധങ്ങളിലേക്ക് പ്രത്യേകമാം ഇത് അസ്വസ്ഥമായ എല്ലാ ജീവിത ബന്ധങ്ങളിലേക്ക് കർത്താവേ അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. എല്ലാ ദുഃഖ നിരാശകളെ ഭാരങ്ങളെ കരം നീട്ടി അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയിൽ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായി ഈ തിരുവോസ്തിയിൽ നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈശോയെ വിശ്വാസപൂർവ്വം നോക്കിക്കണ്ട് ഈ ആരാധനാ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നമ്മെ കാണുന്ന അറിയുന്ന നമ്മുടെ ദൈവമാണ്. ആ വലിയ വിശ്വാസത്തോടെ ഈശോയുടെ സന്നിധിയിൽ നാം ഏവർക്കുമായിരിക്കാം. ഞാൻ ലോകത്തിൻ്റെ ഏത് കോണിലോ മുക്കിലോ മൂലയിലോ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ പരിമിത സാഹചര്യങ്ങളിലോ ഒക്കെ ആയിരിക്കുമ്പോഴും എൻ്റെ ഈശോ, എൻ്റെ കർത്താവ് എന്നെ കാണുന്നു, അവൻ എന്നെ അറിയുന്നു എന്ന വലിയ തിരിച്ചറിവോടെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും ജീവിത ഭാരങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിൽ ഈശോ സഖേവൂസിൻ്റെ ഭവനം സന്ദർശിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. കേവലം കർത്താവിനെ ഒരു സിക്കമൂർ മരത്തിൻ്റെ ചില്ലയിൽ ഇരുന്ന് അങ്ങ് ദൂരെ നിന്ന് നോക്കിക്കാണുവാൻ ആഗ്രഹിച്ചവരായിരുന്നു സഖേവൂസ്. എന്നാൽ കർത്താവ് അവൻ്റെ ഹൃദയം കണ്ടു, അവൻ്റെ ജീവിതം കണ്ടു, അവൻ്റെ കുടുംബമായിരിക്കുന്ന അവസ്ഥ കർത്താവ് അറിഞ്ഞു. അതുകൊണ്ടാണ് വഴിയിലൂടെ ജനക്കൂട്ടത്തിന് മധ്യത്തിലൂടെ കടന്നു പോവുകയായിരുന്ന ഈശോ
ആ ജനക്കൂട്ടത്തെ മുഴുവൻ വഴിയിൽ വിട്ടിട്ട് ആ സിക്കമോർ മരത്തിനടിയിൽ വന്ന് സക്കേവൂസിനോട് ഇങ്ങനെ പറഞ്ഞത്, സക്കേവൂസ്, നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിലാണ് താമസിക്കേണ്ടിയിരിക്കുന്നത്. പ്രിയ മകനെ, മകളെ, ജീവിത ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ, അകന്നുപോയതിൻ്റെ വിള്ളലുകൾ, വേദനയിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നതേ ക്രിസ്തു നിന്റെയും കുടുംബത്തിലേക്ക് നിമിഷങ്ങളിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിശ്വാസത്തോടെ അവനെ വിളിച്ചാൽ നിന്റെ ജീവിതത്തെ അതായിരിക്കുന്നത് പോലെ അവൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കാൻ നീ ഒരുക്കമുള്ളവളാണെങ്കിൽ തീർച്ചയാണ് ഇന്ന് ഈ ആരാധനാ നിമിഷങ്ങളിൽ ജീവിക്കുന്ന ഈശോ നിന്റെ ഭവനം സന്ദർശിക്കും. സക്കേവൂസിൻ്റെ ഭവനം സന്ദർശിച്ചവൻ ഇന്ന് ഈ ഭവന രക്ഷ കണ്ടെത്തിയിരിക്കുന്നു എന്നരുൾ ചെയ്തവൻ ആ കുടുംബാംഗങ്ങളെ മുഴുവൻ ദുഃഖങ്ങളെ, ഭാരങ്ങളെ, വേദനകളെയെല്ലാം പൂർണ്ണമായി ഏറ്റെടുത്ത് രക്ഷയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ആ കുടുംബത്തെ നയിച്ച അതേ ഈശോ നമ്മുടെ ഭവനങ്ങളെ സന്ദർശിക്കും. നമ്മുടെ ഭവനങ്ങളിലേക്ക് അവൻ കടന്നു വരും. അറ്റുപോയ ജീവിത ബന്ധങ്ങളെ അവൻ വീണ്ടും വിളക്കി ചേർക്കും. ഈ വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയാണ്. അവിടുന്ന് ലോകം മുഴുവനും വേണ്ടി സ്നേഹാതിരേകത്താൽ കുത്തിത്തുറന്ന അവിടുത്തെ തിരുഹൃദയമാണ് നമ്മുടെ അഭയം, നമ്മുടെ സങ്കേതം, നമ്മുടെ കോട്ട എന്നേറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ പാടി ആരാധിക്കാം. നീ എൻ്റെ സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ഓക്കെ, പാടാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമായി. ഓ എൻ്റെ ദൈവമേ, പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമായി. അടിയനിതാ. പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമായി. അടിയനിതാ അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ. ഓ യേശുവേ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ എല്ലാ കുടുംബ ബന്ധങ്ങളെയും പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം.
ഈശോയെ, കാൽവരിയിലെ കുരിശിൽ ഞങ്ങൾക്ക് ലോകം മുഴുവനും വേണ്ടി ചിന്തിയ നിന്റെ പരിശുദ്ധ രക്തം ഈ നിമിഷം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക് ഈശോയെ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങേ അമൂല്യ രക്തത്തിൻ്റെ വിലയാൽ ഈശോ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. ഓ യേശുവേ, നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. ആമേൻ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. ഓ യേശുവേ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് അടിയനിതാ നാഥ, വലിയ വിശ്വാസത്തോടെ അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെ നവ്യമായ കൃപയാൽ ഞങ്ങളുടെ ജീവിത ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, വചനം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും നവമത്രേ. നല്ല ഈശോയെ, ഓരോ ദിനവും ഓരോ നിമിഷവും പുതിയ സ്നേഹത്തോടെ ഞങ്ങളുടെ ജീവിത ബന്ധങ്ങളെ നവീകരിക്കുവാൻ, കൂടുതൽ ദൃഢതരമാക്കുവാൻ, കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളിലേക്ക് നിന്റെ കൃപയൊഴുക്കണമേ എന്ന് തീഷ്ണമായി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മാർവിടവും നീ എൻ ദൈവം. ഓ യേശുവേ, നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മാർവിടവും നീ എൻ ദൈവം. ആമേൻ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, വലിയ വിശ്വാസത്തോടെ നിൻമുഖം ജീവകാലമെല്ലാം, വലിയ സ്നേഹത്തോടെ സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. പൂർണ്ണമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ.
അടിയനിതാ. ദിവികാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ ദിവികാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയുടെ കരങ്ങളിൽ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ നേരിടുന്ന നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, കടബാധ്യതകൾ, ജീവിത തകർച്ചകൾ, വിശ്വാസത്തിൽ നകന്നു കഴിയുന്നവർ, പാപവഴികളിൽ ജീവിക്കുന്നവർ, വ്യത്യസ്തമായ എല്ലാ അനുഭവങ്ങളെയും ദിവികാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അറ്റുപോയ ജീവിത ബന്ധങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയെ, അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിന്റെ സ്നേഹത്തിൽ അവിടുന്ന് വിളക്കി ചേർക്കണമേ എന്ന് വലിയ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഭാരങ്ങളെ, ദുഃഖങ്ങളെ, നിരാശ അനുഭവങ്ങളെ പൂർണ്ണമായും യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. എല്ലാ കുടുംബങ്ങളെ ഈശോയെ ഏറ്റെടുക്കണമേ, ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഭാരങ്ങളെ, ദുഃഖങ്ങളെ, നിരാശകളെ, രോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. നമുക്ക് ദിവികാരുണ്യ യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാനായി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുങ്ങാം. ഈ ആശീർവാദ വേളയിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ അനുഭവങ്ങളെയും ഈശോ ഇടപെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകളെയും നമ്മുടെ എല്ലാ ജീവിത ബന്ധങ്ങളെയും പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയോടെ ദിവികാരുണ്യ ഈശോയുടെ കരങ്ങളിൽ പ്രത്യാശയോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,